അന്തരിച്ച CPI നേതാവ് പി രാജുവിന് പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് കുടുംബത്തിന്റെ ആരോപണം. മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കേണ്ട ആവശ്യമില്ലെന്നും കുടുംബം നിലപാടെടുത്തു. ടൗണുകളിൽ കൊണ്ടതിന് ശേഷം 2 മണിക്കൂർ 3 മണിക്കൂർ ആൾക്കാരുടെ സ്ഥലത്തനുസരിച്ച് അവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഞങ്ങൾ 12 മണിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക. ബാക്കി ചടങ്ങുകൾ ഹിന്ദു ആചാരപ്രകാരം ഒരു 3 മണിയോട് കൂടി അല്ലെങ്കിൽ മാക്സിമം ഇപ്പോൾ ഈ സമയമൊക്കെ കുറച്ച് വൈകാൻ വഴിയുണ്ടെങ്കിൽ 3 മണി അല്ലെങ്കിൽ 4 മണിക്കുള്ളിൽ എല്ലാ ചടങ്ങുകളും വീട്ടിൽ വെച്ച് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉള്ള മരുന്നുകൊണ്ട് മാനസികമായ ധൈര്യം കൊണ്ടും ഈ പറഞ്ഞ പോലെ മരുന്നിൻ്റെ ബലത്തിലൊക്കെ ആയിട്ട് അതൊക്കെ അതിജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം മാനസികമായി ഇത്തിരി പലതും കാരണങ്ങളെ കൊണ്ട് ഉപദ്രവിച്ചതിൻ്റെ പേരിൽ മാനസികമായി കുറച്ച് തളർന്നിരുന്നു. മാനസികമായി തളർന്നതിൻ്റെ പേരിലാണ് ശാരീരികമായ പ്രശ്നങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതും പുള്ളി പെട്ടെന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയതും. എനിക്ക് തോന്നുന്നത് വെറുതെ നമ്മൾ പറയുമ്പോഴൊക്കെ പറയുമെങ്കിലും മറ്റു പല ബുദ്ധികളും വരെ ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുകയാണ്. ആസിഫ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മരണാനന്തരം കിട്ടുന്ന വലിയ ഒരു ബഹുമതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതും അവിടെ ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കുന്നതുമൊക്കെ. ഇപ്പോൾ അത് വേണ്ട എന്ന കടുത്ത നിലപാട് പി രാജുവിൻ്റെ കുടുംബം സ്വീകരിച്ചിരിക്കുന്നു. എന്തായിരുന്നു CPIക്കും പി രാജുവിനും ഇടയിലുണ്ടായിരുന്ന പ്രശ്നം? ഇത്ര കടുത്ത തീരുമാനം കുടുംബം എടുക്കാൻ? ലക്ഷ്മി, തീർച്ചയായും CPIക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് അന്തരിച്ച മുൻ MLA കൂടിയായ പി രാജുവിന്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. ഈ പാർട്ടി നടപടിയിൽ മനംതൊന്നാണ് രാജുവിന്റെ ആരോഗ്യനില ഇത്രയും മോശമാകാൻ കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ സാമ്പത്തിക ക്രമക്കേടടക്കം ആരോപിച്ച് നേരത്തെ പി രാജുവിനെ പാർട്ടിയിൽ തരം താഴ്ത്തിയിരുന്നു. നടപടി ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും നടപടി ലഘൂകരിക്കാനുള്ള നടപടികളിലേക്ക് കൺട്രോൾ കമ്മീഷൻ അടക്കം നീങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ എറണാകുളം ജില്ലാ നേതൃത്വം ഇതിൽ ഇടപെട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള നടപടി ലഘൂകരിക്കാനും മറ്റും ഇടപെടാകുകയും അദ്ദേഹത്തെ ദ്രോഹിക്കുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടാണ് എടുക്കുന്നത്. രാജുവിന്റെ മൃതദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രദർശനത്തിൽ വെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടത്. എന്നാൽ അതിന് കഴിയില്ല എന്നുള്ള കാര്യം കുടുംബം അറിയിക്കുകയാണ്. ടൗൺ ഹാളിലും വീട്ടിലും മാത്രമായിരിക്കും പൊതുദർശനത്തിൽ പങ്കെടുക്കുക. രാജുവിനെതിരെ നടപടി വന്നത് ചില ആളുകൾ കാരണമാണ് എന്നുള്ള സംശയം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നുള്ള കാര്യവും കുടുംബം ഇപ്പോൾ പറയുകയാണ്. അതുകൊണ്ട് എന്തായാലും നേരത്തെ തന്നെ പി രാജു അടക്കം ജില്ലാ സെക്രട്ടറിക്ക് അടക്കം എതിരെ രംഗത്തെത്തിയിരുന്നു. പി ദിനകരനടക്കം എതിരെ നേരത്തെ തന്നെ പി രാജു രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഏകദേശം 1 മാസത്തിന് മുമ്പ് തന്നെ ജില്ലാ സെക്രട്ടറിയായ KM ദിനകരൻ അടക്കമുള്ളവരാണ് തനിക്കെതിരെ ഉള്ള നടപടിക്ക് ഇടപെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പാർട്ടിയുമായി അദ്ദേഹം അവസാന ഘട്ടത്തിൽ 2 തവണ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. നടപടിയെ തുടർന്ന് അദ്ദേഹം അകന്നു കഴിയുന്ന അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹം അർബുദ രോഗബാധ ചികിത്സയായിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെയാണ് മരണപ്പെടുന്നത്. എന്തായാലും പാർട്ടി ഓഫീസിൽ പൊതുദർശനം വെക്കുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തെ ദ്രോഹിച്ച ആളുകൾ മൃതദേഹം കാണാൻ വരരുത് എന്നുള്ള ഒരു കാര്യവുമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത്. നാളെ പറവൂർ ടൗൺ ഹാളിലും അതുപോലെ തന്നെ വീട്ടിലും മാത്രമായിരിക്കും പൊതുദർശനം നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്.